ഹലോ. അപ്പം ഇന്ന് ഞങ്ങളുള്ളത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഞങ്ങളെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലാണ് ഇന്ന് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ മോൾക്ക് ഗൗരിക്കുട്ടിക്ക് 2 ദിവസമായിട്ട് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജലദോഷം വരുമ്പോൾ കൂടെ ശ്വാസം മുട്ടലും കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നാളും ചെറിയ രീതിയിലൊക്കെ വന്നങ്ങ് പോവും, ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അങ്ങ് വല്ലാണ്ട് അങ്ങ് കടുത്തുപോയി. മിനിഞ്ഞാന്ന് രാത്രി ചെറിയ ജലദോഷം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാവിലെ ആയപ്പോഴേക്കും ആൾക്ക് ഒട്ടും ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ടാബ്ലറ്റൊക്കെ എടുത്ത് ആവി നെബുലൈസേഷനൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വന്നൊരു 2-3 പ്രാവശ്യം അങ്ങ് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മണിക്കൂറൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങി എണീച്ചു. അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞങ്ങളൊരു 6-6:30 വരെയൊക്കെ അടുത്ത ഒരു ടാബ്ലറ്റ് കൂടെ കൊടുത്തിട്ട് നോക്കാമെന്ന് കരുതി. പക്ഷേ എന്നിട്ടും ആൾക്ക് അങ്ങോട്ട് അത് വിട്ട് മാറുന്നില്ല. ഭയങ്കര അവൾക്ക് വല്ലാണ്ട് അങ്ങ് നെഞ്ചുവേദനയും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആൾ ഒരുപാട് അങ്ങ് തളർന്ന്, നമുക്ക് ഓക്സിജൻ്റെ ലെവലൊക്കെ കുറഞ്ഞ് വല്ലാത്തൊരു സ്റ്റേജിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്ന ഉടനെ തന്നെ 2 ഇഞ്ചക്ഷനും എടുത്തു, നെബുലൈസേഷനൊക്കെ കൊടുത്തപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ ആളൊന്നും ഓക്കെ ആയി. അപ്പോൾ പിന്നെ ആദ്യം ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കേണ്ടി വരും, നല്ല കഫമുണ്ട്, അപ്പം അഡ്മിറ്റ് ആക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഓക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി, രാവിലെ വന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വന്ന് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് റിസൾട്ട് വാങ്ങിക്കാൻ വൈകിട്ട് 4 മണിയാകുമ്പോൾ വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ വന്നതാണ് കേട്ടോ. വന്നപ്പോൾ ബ്ലഡ് റിസൾട്ട് വന്നിട്ടില്ല, 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ സ്ഥലമൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ഇത് തൊട്ടപ്പുറത്ത് ഒരു വൃദ്ധസദനമാണുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആക്ച്വലി തുടങ്ങിയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അവരുടെ തന്നെ ഇത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പുറത്തുള്ളവരെ കൂടെ നോക്കും. അപ്പോൾ എല്ലാം പണിയൊക്കെ പൂർത്തിയായിട്ട് പറഞ്ഞ് ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയതേ ഉള്ളൂ. വലിയ ഫേമസ് ഒന്നും ആയിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. ഡോക്ടറൊക്കെ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് റിസൾട്ട് വരാൻ താമസിക്കുന്നുള്ളതുകൊണ്ട് അവിടേക്ക് ഒന്ന് നടന്ന് കണ്ട് റിസൾട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, റിസൾട്ടിലൊന്നും ഒരു പ്രശ്നവുമില്ല. കഫമുണ്ട്, അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാണുന്നതാണേ വൃദ്ധസദനം, അവരുടെ തന്നെ ഇപ്പുറത്തുള്ളതാണ്. ഇന്ന് അവിടെ എന്തോ ആരുടെ കണക്കായിട്ട് എന്തോ പാർട്ടി എന്തൊക്കെ ഉണ്ട്, ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ, ഇപ്പോൾ റോഡ് വികസനം എന്നും പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ തിരക്കും, കംപ്ലീറ്റ് അവിടെ 4 വരി പാതയാക്കണം കേട്ടോ റോഡ്. ഇവിടെയല്ല, നമ്മൾ മെയിൻ റോഡ് എത്തുമ്പോഴത്തേക്ക് 4 വരി പാതയാക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും, റോഡ് മൊത്തം കുത്തി പൊളിച്ച് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ പോവാനായിട്ട്. സത്യം പറഞ്ഞാൽ തിരക്കും കാര്യങ്ങളും, അതായത് 2 സൈഡിൽ നിന്നുള്ള ഒരു സൈഡിൽ കൂടെ പോകാനുള്ളത് തന്നെ കംപ്ലീറ്റും കുത്തി പൊളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മഴയും വെള്ളക്കെട്ടും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഹാപ്പി ആയിട്ട് ഇന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ വന്ന കുട്ടിയാണോ ഇത്, ഇന്നലെ തോളത്തെടുത്ത് കൊണ്ടുവന്ന ആളിതാ ഇന്ന് ഹാപ്പി ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. കുറവുണ്ട് ആൾക്ക്, എന്നാലും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കിതപ്പുണ്ട് കേട്ടോ. അപ്പം അതെന്തായാലും 2 ദിവസം ഉണ്ടാവുമല്ലോ.